ഇന്നിപ്പോൾ ആ രാജഗോപാലിന്റെ പാസ്പോർട്ട് പുതുക്കി നൽകാൻ ഇതിന് തയ്യാറായിട്ടുണ്ട്. അത് വലിയ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയായിരുന്നു. താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് രാജഗോപാൽ നന്ദി അറിയിക്കുന്ന കത്ത് നൽകിയിട്ടുണ്ട്. രാജഗോപാലന്റെ പാസ്പോർട്ട് പുതുക്കി നൽകിയെങ്കിൽ പോലും അതൊരു ഹിമക്കട്ടയുടെ അഗ്രം മാത്രമാണ്. ഈ ഇന്ത്യയുടെ ഭാഗധേയമായി പ്രവർത്തിച്ച ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകന് വോട്ടർ പട്ടികയിൽ പോലും സ്ഥാനമുണ്ടാകുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് പാസ്പോർട്ട് നിഷേധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ഇതിനകം തന്നെ 6 കോടി ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? പാർലമെൻറ്റിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്യുന്ന എനിക്ക് വോട്ടർ പട്ടികയിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ട് എത്രയോ ബുദ്ധിമുട്ടുള്ള പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടി വന്നു. എത്രയോ ബുദ്ധിമുട്ടുള്ള പ്രക്രിയയിലൂടെ 2 വട്ടവും മറ്റേ ഞാൻ തെളിവ് കൊടുക്കാൻ വേണ്ടി പോയി. കേരളത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തി ഒരു പൗരനാണെന്ന് തെളിയിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പാകെ 2 തവണ ഞാൻ തെളിവ് കൊടുക്കാൻ ആ പ്രക്രിയയായിട്ട് പോയി. അപ്പോൾ രാജഗോപാലൻ്റെ ഈ പ്രശ്നമെന്ന് പറയുന്നത് കേവലപരമായ പാസ്പോർട്ടിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഈ രാജ്യത്തെ പൗരന്മാരായി മുമ്പോട്ട് പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സങ്ങളുടെ ഒരു പ്രതിഫലനമാണ്. ഓരോ ഇന്ത്യക്കാരനെയും തുറച്ചു നോക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരു പ്രതിധ്വനിയാണ് രാജഗോപാലൻ അകപ്പെട്ട ഈ പ്രശ്നം.